ഓണസദ്യക്കുള്ള ഒരു പായസമാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം ദേ നല്ല കുറുകിയ, അതുപോലെ തന്നെ നല്ല മധുരമുള്ളതും വളരെ വേഗം ചെയ്തെടുക്കാൻ പറ്റിയതും, അതുപോലെ ഗസ്റ്റിനെയൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയതുമായ നമ്മുടെ മധുരമണി പായസം. വെൽക്കം ടു വിഹാൻസ് റെസിപ്പീസ്. നമ്മൾ ഇതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മത്തങ്ങയാണ് കേട്ടോ, നമ്മുടെ പംകിൻ ഞാൻ വേവിച്ച് എടുത്തിട്ടിരിക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ പംകിൻ ഒരു കളർ കിട്ടാനായിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനിയും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നതിലേക്ക് ഞാൻ സ്പൈസസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. ഏലയ്ക്ക, അതോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ചുക്കിൻ്റെ പൊടിയാണ്, ഡ്രൈ ജിഞ്ചർ പൗഡർ. അപ്പം ഇത് രണ്ടും കൂടെ ഇതിൻ്റെ കൂടെ അന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഈ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പം ഇത് വറുത്തെടുക്കുകയും വേണം. അതിനായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് ഫ്ലോർ ബേസായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബ്രെഡാണ്. ഇത് വീറ്റ് ബ്രെഡാണ്. നോർമൽ ബ്രെഡും ചേർത്ത് കൊടുക്കാം. ഇല്ലാത്ത പക്ഷം നമ്മൾ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഈവൻ നമ്മുടെ റവ പോലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് നല്ല മുറുക്കത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല ഫ്ലേവർ ഉള്ളതായിരിക്കണം ഈ ബോൾസിന്. പിന്നെ ഇതിനേക്കും മധുരത്തിനായിട്ട് ഒന്നുകിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലാത്ത പക്ഷം ഞാനിവിടെ ചെയ്തതുപോലെ നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് ഏകദേശം 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാര്യം പംകിന് ഇറ്റ്സെൽഫ് ആസ് എ ബേസിക് സ്വീറ്റ്നെസ്, അപ്പം അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. റെഡി ആയിട്ടുണ്ട്. ഡോ നല്ല സോഫ്റ്റാണ്, എന്നാൽ നല്ല ഇതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മയപ്പെടുത്തി എടുത്താൽ മതി. ഇനിയും ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഞാൻ ഏകദേശം ഒരു ഉണ്ണിയപ്പത്തിൻ്റെ വലിപ്പത്തിലുള്ള ഉരുളകളായിട്ടാണ് ചെയ്തെടുത്തത്. അല്ല, നിങ്ങൾക്ക് അതിലും ചെറിയ രീതിയിൽ ഉരുട്ടിയെടുക്കണമെങ്കിൽ അങ്ങനെ ഉരുട്ടിയെടുക്കാം കേട്ടോ. നമ്മുടെ ഉരുളകളെല്ലാം ഇവിടെ റെഡിയായി വന്നു. ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം, അല്ല ഹെൽത്തിയർ വേർഷനിലാണെങ്കിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ് ഇത്തിരി കൂടെ രുചി കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് ഏത്തയ്ക്ക വെച്ചും അതുപോലെ സാധാരണയുള്ള പഴം വെച്ച് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ എല്ലാ ബോൾസും ഇവിടെ റെഡിയായി വന്നു. ഇനി നമ്മൾ ഇത് ഡിപ്പ് ചെയ്തിടാനായിട്ടുള്ള പായസമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് ഞാൻ നമ്മുടെ വീറ്റ് ബ്രെഡ് തന്നെ ഒരു 4-5 പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളപ്പിച്ച് വെച്ച മിൽക്കാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അത് അരച്ച് ഒരു ബൗളിലോട്ട് ഒഴിച്ചു. അതോടൊപ്പം ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു. ഇനിയും നമ്മൾ ഇത് നമ്മുടെ അടുപ്പേ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ തീയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് കുറുകി വരും. അതുകൊണ്ട് ചെറിയ തീയിലിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം നല്ല കുറുക്കം ഇവിടെ ആയിരിക്കുന്നു. ആ കുറുകി വന്നതിലേക്ക് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം. അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതിയാവും. ഇപ്പം ഇതും നല്ല ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പായസമാണ് ബ്രെഡിൻ്റേത്. പിന്നെ അതിലേക്ക് നമ്മൾ ഇത്തിരി ചുക്കിൻ്റെ പൊടിയും അതുപോലെ തന്നെ അടുത്തതായിട്ട് ഏലക്കയുടെ പൊടി, പിന്നെ ഒരു നുള്ളു ഉപ്പ്. നമ്മൾ മധുരമുള്ള സാധനങ്ങൾക്ക് എപ്പോഴും തന്നെ അതിൻ്റെ ടേസ്റ്റിനെ ബാലൻസ് ചെയ്തതിനായിട്ട് നമ്മൾ ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല രുചിയുള്ള കാര്യമാണ്. അപ്പം അതും കൂടെ ചേർത്ത് നല്ല കുറുക്കത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് ഇത്തിരി നട്ട്സും അതുപോലെ കിസ്മിസും ഒക്കെ ഒന്ന് വറുത്തിടുകയാണ്. അപ്പം അതിനായിട്ട് പാൻ വെച്ച് കൊടുത്തു, നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വറന്ന് വന്നത് നമ്മൾ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തു. നല്ല കൊഴുത്ത നമ്മുടെ പ്രഥമൻ പോലത്തെ ബ്രെഡ് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെർവ് ചെയ്യുന്ന മെത്തേഡാണ്
അപ്പം ബൗളിലേക്ക് നമ്മൾ പായസം ചേർത്ത് കൊടുത്തു, അതോടൊപ്പം ഈ ബോൾസും കൂടെ ചേർത്ത് കൊടുത്തു. ഇത് ഈ പ്രഥമനകത്ത് കിടന്ന് കുറച്ച് നേരം ഒന്ന് സോക്കായി വരും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്യുക, ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിഹാൻസ് റെസിപ്പീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്.